നമ്മുടെ ഇന്ന് ബീഫ് കട്ട്ലറ്റാണ്. അരിഞ്ഞത് കഴിഞ്ഞ് നമ്മളിപ്പോൾ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ആസ് യൂഷ്വൽ നോമ്പ് തുറക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നു, നോമ്പ് തുറക്കുന്നു, പിന്നെ ഇബാദത്തുകളിൽ മുഴുകുന്നു. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു റുട്ടീൻ. ഈ ഒരു 10-15 ദിവസമായിട്ട് ഇതാണ് നമ്മളൊരു റൂട്ടീൻ. സോ അത്തരത്തിലുള്ളൊരു റൂട്ടീനിലേക്ക് നിങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്നിപ്പം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ സുന്നയുടെ വക കട്ട്ലേറ്റ്, ബീഫ് കട്ട്ലേറ്റ്. യെസ്, ബീഫ് കട്ട്ലേറ്റ്. അപ്പോൾ സുന്ന ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. സുന്ന എന്ത് ചെയ്യുന്നു? ഉരുളക്കിഴങ്ങ് ഒഴുകിയെടുത്തത് നമ്മളിങ്ങനെ സ്മാഷ് ചെയ്തെടുക്കുന്നു. എൻ്റെ ഡ്രസ്സും നമ്മൾ നോക്കൂ. ഉമ്മയും എന്തോ ഒരു പണിയിലാണ്, നമുക്ക് നോക്കി നോക്കാം. ആ സൈഡിലാണ് മമ്മി. മമ്മി ഇന്ന് ചക്ക പുഴുങ്ങുന്ന പണിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനു വേണ്ടിയിട്ട് ചക്ക തോല് കളഞ്ഞ് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മുറിക്കുന്ന ആ പ്രോസസ്സിലൂടെ ഉമ്മ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിൽ ഉമ്മക്കൊന്നും പറയാനുണ്ടാവില്ല. എങ്കിൽ കൂടിയും ഞാൻ എൻ്റെ വക ചോദിക്കുന്നു, ഉമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? യെസ്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഉമ്മക്കൊന്നും പറയാനുണ്ടാവില്ല. ഉമ്മക്ക് വാടച്ച് പണി ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഉമ്മയുടെ ഒരു പ്രവർത്തന രീതി. സോ നമ്മൾ അത് തടസ്സം കൂടാതെ തന്നെ നമ്മൾ ഇപ്പുറത്തോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നമുക്ക് പറ്റുന്നത് സുന്ന ആടിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇവിടത്തെ കൊതുക്. യെസ്, കാരണം ഇവിടത്തെ കൊതുക്, അസഹനീയമായ കൊതുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിങ്ങനെ വലിച്ചെറിയുന്ന പോലത്തെ ഒരു ഫീലാണ് ഇവിടെ. കൊതുക് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത്, തരിതരികളായിട്ടുള്ള കൊതുകുകൾ ഇവിടെ ഞങ്ങളെ ആക്രമിച്ചുകൊണ്ട്. അപ്പോൾ ഇനി നമ്മൾ കട്ട്ലേറ്റിനുള്ള കുഴപ്പ് ഉണ്ടാക്കലാണ്. ചൂടുണ്ടോ സുന്ന? ചെറു ചൂട് കുഴച്ച് ഇനി ഷേപ്പാക്കുമ്പോൾ കാണാം അല്ലേ? സുന്നയുടെ കട്ട്ലേറ്റിന്റെ ഉരുള ആക്കുന്ന സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഗൈസ് ഉരുളയാക്കി. ഇത് പൂരിക്കുള്ളതാണ് ഉമ്മ ബാലൻസ്. ഇന്ന് നമ്മൾ പത്തിരി ക്യാൻസൽ ചെയ്തിട്ട് ഇന്ന് നമ്മൾ ഭൂരിയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള ഉരുട്ട് വെച്ചിട്ടുണ്ട്. പൊരിക്കുന്നത് കുറച്ച് ലേറ്റ് ആവും. ഇനി നമുക്ക് കട്ട്ലേറ്റിന്റെ പരിപാടികൾ തുടർന്നു കൊണ്ടിരിക്കാം. എന്നെ കേക്കിക്കോയ എന്ത് ചെയ്യുന്നു? 13 ഉണ്ട് നമുക്ക് സാധനം. നമുക്ക് 5 മുക്കലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എത്ര മണി കഴിഞ്ഞാൽ കളത്തിന് കേക്ക് ഉണ്ടാകൂടാ.
ജലപ്രീതി തയ്ക്കട്ടെ കാണിക്കാൻ നടത്തിയാൽ മതി. സീമാതീർത്ത സൂര്യോദയ ദീപാങ്കുരം ആകാശം മിന്നിത്തെന്നൊരു പൊന്മാടും മേലെ കണ്ടു കനടൻ കോണിൽ കുളിരായി മലർമഴവരമായി കാട്ടു ചമ്പകം പൂത്തോട്ടെ നാട്ടു തത്തമ കേട്ടോട്ടെ നീ എനിക്കെന്റെ കണ്ണിപ്പെണ്ണാണേ കാത്തു കിട്ടിയ മുത്താണേ തേടി കിട്ടിയ പൊന്നാണേ കട്ടെടുത്തൊരു മോഹസ്വത്താണേ. സൂപ്പർ സൂപ്പർ. തെറ്റെല്ലാം പാടിയിട്ടത് നോക്കിട്ട് പറയാൻ. ഇവിടെ ഉമ്മാനെ നല്ലവണ്ണം കൊതുക് അറ്റാക്ക് ചെയ്യുന്നത് കാരണം ഞാനിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്റ് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. യെസ്, ഇനി നമുക്ക് കുറച്ച് നേരം ഉമ്മാനെ ഒന്ന് വീശി കൊടുക്കാം. ഇതിനെയാണ് നമ്മൾ പാൽ പുളുക്കിയതും ഉണ്ടാക്കാൻ പോകുന്നത്. പാൽ പുഴുങ്ങിയത് അങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ പറയുക. നമ്മുടെ ഭാഷയിലാണ് പാൽ പുളുക്കിയത് എന്ന് പറയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ താരം. സോറി, ഇത് മാത്രമല്ല, ഇതും ഒരു ടൈപ്പ് ഓഫ് താരം. എന്നെടുത്ത് കാറ്റത്ത് പൊരിക്കണ പ്ലേറ്റ് വേണ്ടില്ല എന്നെ കാറ്റത്ത് ഏറെ മോട്ടർ കിട്ടണേ ആരും കിട്ടിയ ബാക്കിയുണ്ട് ഇങ്ങനെ ആക്കിച്ചൊന്നും പോയാണ് അത് പ്രൊഫഷണൽസ് താനെ പ്രൊഫഷണൽ റെഡി. തുള്ളിക്കളിക്കുന്ന കുഞ്ഞുപുഴു, തുള്ളിക്കളിക്കുന്ന കുഞ്ഞുപുഴു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു പുതിയ വ്ലോഗുമായിട്ട് കാണുന്നത് വരേക്കും ബൈ ഗായ്സ്.